ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവരുടെയും ജോലി തിരക്കൊക്കെ കഴിഞ്ഞു രാവിലത്തെ. ഞാൻ ഇന്നത്തെ ചെമ്പന്നീർപ്പൂവിൻ്റെ കഥ പറയാൻ വന്നതാണേ. ചെമ്പന്നീർപ്പൂവിൽ ഇന്ന് ഭയങ്കര വിഷമമായിട്ടുള്ള കഥയാണ് കേട്ടോ. അതായത് സച്ചി ഒന്നിനും പ്രതികരിക്കില്ല എന്ന് സച്ചി രേവതിക്ക് വാക്ക് കൊടുത്ത കാരണം കൊണ്ട് തന്നെ സച്ചിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് വർഷയുടെ അമ്മയും അച്ഛനും കൂടിയിട്ട് രണ്ടുപേരെ നിയോഗിച്ചിട്ടുണ്ട്. അതിലൊരാൾ വന്നിട്ട് സച്ചിയുടെ കാലിൽ അയാളുടെ ബൂട്ടിട്ട കാലുകൊണ്ട്, അത് ഷൂ ഇട്ട കാലുകൊണ്ട് ചവിട്ടി അരയ്ക്കുകയാണ് ഇട്ടിട്ട്. സച്ചി പാവം വേദന കൊണ്ട് പൊളയാണ്. ഒന്നും മിണ്ടാൻ പാടില്ല എന്നല്ല ഓർഡർ. സച്ചി പാവം വേദന കൊണ്ട് പൊളയാണ്. എന്നിട്ട് രേവതി അവൻ സഹി കെട്ടിട്ട് അവൻ അവിടെ നിന്ന് നീക്കുന്ന സമയത്ത് രേവതി ഇത് എവിടേക്കാണ് നീറ്റ് പോകണമെന്ന് ചോദിക്കുമ്പോൾ അവനെ അവിടെ നിന്ന് പിടിച്ചിരുത്താണ് എവിടേക്കാണ് നീറ്റ് പോകണമെന്ന് ചോദിച്ചു. പക്ഷേ രേവതിക്ക് അറിയണില്ലല്ലോ സച്ചി അനുഭവിക്കണത് എന്താണെന്ന്. അങ്ങനെ അവൻ്റെ ഷൂ ഇട്ട കാലം കൊണ്ട്, അയാൾ ഷൂ ഇട്ട കാലം കൊണ്ട് അവൻ്റെ ചെരുപ്പ് കാലിങ്ങനെ ചവിട്ടിയിരിക്കുമ്പോൾ ലാസ്റ്റ് അവൻ അവിടെ നിന്ന് സഹി കെട്ടി നീറ്റിട്ട് പറയുകയാണ്, സാറിൻ്റെ കാലൊന്ന് എടുക്കണം, എൻ്റെ കാലിലാണ് ചവിട്ടിയേക്കണമെന്ന് പറയണം. അപ്പോൾ അയാൾ പറയാണ്, നിനക്ക് ദേഷ്യം വരണ്ട, നിനക്ക് എന്നെ തല്ലണോ? തല്ലണമെങ്കിൽ തല്ലിക്കോ, നിനക്ക് ഇത്രയും വേദനിച്ചിട്ട് എന്നോട് ദേഷ്യം വന്നില്ലേ, നിനക്ക് എന്നെ തല്ലണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് അയാൾ സച്ചിനെ പ്രകോപിക്കുക. അപ്പോൾ സച്ചി സ്വാമിയെ ശരണമയ്യപ്പോ, സാറ് പോ എന്ന് പറഞ്ഞിട്ട് സ്വാമിയെ ശരണമയ്യപ്പോ എന്ന് പറയും. എന്നിട്ട് പറയും, സാറ് പോ എന്നിങ്ങനെ ആക്ഷനും കൂടെ കാണിക്കുകയാണ്. അപ്പോൾ രേവതിക്ക് മനസ്സിലാവും അത് മനഃപൂർവ്വമാണ്. സച്ചിനെ അത്രയും വേദനിപ്പിക്കുന്നുണ്ട് കേട്ടോ അയാൾ. ഇതൊക്കെ നോക്കിയിട്ട് വർഷയുടെ അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ അയാളോട് ചോദിക്കുകയാണ്. അയാൾ എന്നിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ അയാളോട് ചോദിക്കുകയാണ്, രണ്ടുപേരെ നിയോഗിച്ചിട്ടുണ്ടായിട്ട് ഒരാളാണ് ഇട്ടത് ചെയ്തത്. അയാളോട് ചോദിക്കുകയാണ്, എന്താ സച്ചി തിരിച്ച് പ്രതികരിക്കാഞ്ഞത്? അപ്പോൾ അയാൾ പറയണം, അവൻ നല്ല ക്ഷമയുള്ളവനാണ്, അവൻ നല്ലൊരു മനുഷ്യനാണ്, വേറെ വല്ലവരാണെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ തിരിച്ച് പ്രതികരിച്ചേനെ. ഞാൻ സംശയം മാഡത്തിന് ഞാൻ കാണിച്ചു തരാണ്. വർഷയുടെ അമ്മയുടെ കാലം ചേട്ടൻ വർഷയുടെ അമ്മ ചെവിടത്തൊന്ന് കൊടുക്കണം ഇയാളുടെ. ഇപ്പോൾ മാഡത്തിന് വേദനിച്ചപ്പോൾ മാഡം തിരിച്ചല്ല, ഇതിലും ഭയങ്കര ശക്തിയിലാണ് ഞാൻ അവനെ ഉപദ്രവിച്ചത്, പക്ഷേ അവൻ അതിന് പ്രതികരിച്ചില്ല. അപ്പോൾ കൂടുതലുള്ള ആൾ പറയണം, മാഡം പേടിക്കണ്ട, ഈ പ്രശ്നം ഞാൻ സോൾവ് ആക്കാം, ഒന്നും മിണ്ടാതിരിക്കണം, അവൻ്റെ മുതുകത്ത് പോയിട്ട് ഞാനൊരു അടി കൊടുക്കാം, അപ്പോൾ അവൻ പ്രകോപിക്കില്ല, അവനെ പ്രകോപിപ്പിക്കാൻ പറ്റില്ല എന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവരടുത്ത പ്ലാൻ തീരുമാനിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ശ്രുതിയുടെ അമ്മായിമ്മ വന്നിട്ട് ചോദിക്കുന്നു, ചന്ദ്രമതി വന്നിട്ട് ചോദിക്കുന്നു, ശ്രുതിയുടെ അച്ഛൻ എന്താ വരാത്തെ, ഇറങ്ങിയോ, എന്താ ഈ ലാൻഡ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുകയാണ് ശ്രുതിയുടെ അമ്മ വന്നിട്ട്. അങ്ങനത്തെ കഥകളാണ് ഇന്നത്തെ ചെമ്പന്നീർപ്പൂവ് എപ്പിസോഡിൽ വന്നത് കേട്ടോ. ബാക്കി സച്ചിക്ക് ബാക്കിയുള്ള പണി എന്താ വന്നേക്കണമെന്ന് നാളെ അറിയാം. ഓക്കെ, താങ്ക് യു.